ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് എന്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ചോറായാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ഒക്കെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, അതുപോലെ ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒന്ന് അങ്ങോട്ട് ചതച്ചെടുക്കുക. അരിഞ്ഞെടുക്കുന്നേക്കാളും നല്ല ഗ്രേവിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു 200 ഗ്രാം, 1 കിലോ ചിക്കനിലേക്ക് 200 ഗ്രാം ചെറിയ ഉള്ളി മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചതച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പച്ചമണം മാറി നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി, അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രേവിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മൾ വലിയ ഉള്ളിയിൽ ചെയ്യുന്ന പോലല്ല. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയുടെ അളവ് ഞാൻ എപ്പോഴും പറയാറില്ല, ഓരോരുത്തരുടെ എരിവും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്നും കൂടുതലായി പോവരുത് കേട്ടോ, ഒരു 2 ടീസ്പൂൺ മതി. മല്ലിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തീ ഒരിക്കലും നിങ്ങൾ കൂട്ടി വെക്കരുത്, അപ്പം മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചൊവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് മസാലകളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലെടുത്തിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പുറം ഭാഗത്ത് ആ ഒരു എല്ലിൻ്റെ ആ ഒരു കഷ്ണം മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ കഷ്ണവും ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ട് ചിക്കൻ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വെള്ളം ഇല്ലാണ്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഈ ചിക്കൻ വേവുമ്പോൾ ഈ ഒരു ഗ്രേവിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല കേട്ടോ, ചിക്കനിന് വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ചിട്ടാവുമ്പോഴാണ് ചിക്കനിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ചിക്കനെ ഇതുപോലെ ഇങ്ങനെ പുരട്ടിയെടുക്കുന്നത്. ഇനി ആ ഗ്രേവി നന്നായിട്ട് പുരണ്ട് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ വേവുന്നതിനനുസരിച്ചിട്ട് നന്നായിട്ട് കുറുകി വരും. ഇനി കുറച്ചും കൂടെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ, കറിവേപ്പിലും ചെറിയ ഉള്ളിയൊക്കെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഇനി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് തീയെ ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധാ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.